പിന്നെ കണ്ണാടി വെച്ചായിട്ട് പുള്ളിക്കാരൻ വിചാരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് നീരജനെ പൊളിച്ചെടുക്കാമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. നല്ലൊരു സോളിസിറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൈസായിട്ട് ഇത് ഊരി പോകാൻ പറ്റും. ഇപ്പം അതിനകത്ത് ഇവർ കൊടുത്തേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം അത് അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണോ വള്ളമാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയത്തില്ല. ആ ലിക്വിഡ് ക്യാഷ് കൊടുക്കാൻ പോകുന്നത് ഈ അമൽദേവ് എന്ന് പറഞ്ഞ വ്യക്തിക്കായിരുന്നു. അത് വെംബ്ലിയിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു വീട്ടിൽ അവിടെ അമൽദേവ്, കിഷോർ, അബി എന്ന് പറഞ്ഞ വേറെ ആൾക്കാർ അമൽദേവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂട്ടകക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി ഈ പറയുന്ന അമൽദേവ് ആരാന്ന് അറിയണ്ടേ? അത് നീരജയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവർ ഒരേ ഷെയർഡ് അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത്. ഹൗസ്മേറ്റ് ആണ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. പുള്ളിയുടെ സ്ഥലം മണ്ണാർക്കാടാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നീരജ അമ്മൂസും അതുപോലെ തന്നെ UK വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൻ്റെ ഏതാണ്ടൊരു രൂപം, അതായത് ഞാൻ ഉറപ്പിച്ച് ഏതാണ്ട് ഈ ഒരു വീഡിയോ കണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഉറപ്പിച്ചതിനെ പറയാൻ കാര്യം അത് നിങ്ങളത് കണ്ടു തന്നെ നോക്കൂ. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസാനം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു വിഷയം എങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യം, എന്താണ് നീരജയുടെ കോൺഫിഡൻസ് എന്നുള്ള കാര്യം ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നീരജ അമ്മൂസിൻ്റെ 1.5 കോടിയുടെ വിസ കച്ചവടം അത് പൊളിച്ചെടുക്കാൻ നോക്കുന്ന ചേട്ടൻ. ഇത് രണ്ടുമാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലെല്ലാം ട്രെൻഡിങ്. കാര്യം അറിയാൻ പാടാത്തവർക്ക് ഞാനൊരു സമ്മറി തരാം. പുള്ളിക്കാരത്ത് ഇവിടെ ഉള്ള ഏതോ ഒരു ഏജൻസി ആയിട്ട് ചേർന്ന് വിസ കച്ചവടം നടത്തി. അവസാനം കുറേ ഫേക്ക് COS കൊടുത്ത് വിസയ്ക്ക് കാശ് കൊടുത്ത ആൾക്കാർക്ക് ലൈഫ് ടൈം ബാൻ അടിച്ചു കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആസാൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത് വിസ മേടിക്കുന്ന ആൾക്കാർക്ക് അവരോട് ഇത് 1 അല്ല 2 അല്ല 1000 വട്ടം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നിങ്ങളുടെ വിസയുടെ ഏത് കാറ്റഗറിയാണ്, കമ്പനിയുടെ സ്പോൺസർഷിപ്പ്, അവരുടെ റേറ്റിംഗ്, ഗ്രേഡിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ റെഡിറ്റ് പോലുള്ള ഫോറംസ് ഉണ്ട്. ആസ് ആൻ ഇൻഫ്ലുവൻസർ 300K ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. അവർ ഒരു ചായക്കടയുടെ പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ചെയ്താലും അതിനകത്ത് മെറ്റയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. UK ഗവൺമെൻറ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് 2008 ഇറക്കിയിട്ടുണ്ട്. ഇത് ഏത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താലും അവർ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണമെന്നാണ് നിയമം. എന്ത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവർ ലീഗലാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനകത്ത് റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. പിന്നെ വിസ കച്ചവടം ഇല്ലീഗലാണ്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ കണ്ണാടി വെച്ചായിട്ട് പുള്ളിക്കാരൻ വിചാരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് നീരജനെ പൊളിച്ചെടുക്കാമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. നല്ലൊരു സോളിസിറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൈസായിട്ട് ഇത് ഊരി പോകാൻ പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഇതിൽ വ്യക്തവും വിശദമായിട്ട് പുള്ളിക്കാരൻ അവസാനം പറഞ്ഞ് നടത്തുന്നത്, അതിനകത്ത് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നീരജ പുല്ല് പോലെ ഊരിപ്പോവും. ഈ ഒരു കോൺഫിഡൻസിൻ്റെ കാര്യത്തിൻ്റെ സംഭവം ഇതാണ്. ഇനി നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീരജയുടെ ഭാഗത്തുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ വിക്ടിംസ് അഥവാ ഈ പൈസ പോയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുള്ള ആൾക്കാർ ഒരുപാട് പേര്, എൻ്റെ ഇത്രയും കാലം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ എന്നെ ഈ ഒരു വീഡിയോയുടെ പേരിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത് കുറച്ച് നാളിന് ശേഷം ഇപ്പോൾ ആദ്യം തന്നെയാണ്. പക്ഷേ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് പലരും എന്നോട് ചില വളരെ നല്ല രീതിയിൽ ജോലിക്ക് ആ സ്ഥലത്ത് നിൽക്കുന്ന അഥവാ UK നിൽക്കുന്ന ആൾക്കാർ അവരെനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ നീരജ അമ്മൂസ് എന്ന് പറയുന്ന വ്യക്തിയെ അധികം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കും അപ്പോഴേ മനസ്സിലായി. എന്തറിയാമോ, നീരജയുടെ പേരിലുള്ള ഈ ഒരു സംഭവത്തിനകത്ത് UK ഗവൺമെൻറ്റിലേക്ക് അഥവാ UK ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് വിസ എന്നുള്ള സംഭവം, പൈസ കൊടുത്ത് വിസ കൊടുക്കുന്ന സംഭവം ഇല്ലീഗലാണ് എന്നുള്ളത് പോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ട് വിസ വാങ്ങാൻ ശ്രമിക്കുന്നവരും അത് ഇല്ലീഗലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ പൈസ കൊടുത്തേക്കുന്നത് ഒരിക്കലും, ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരിക്കലും ഇത് ഡയറക്റ്റ് മണി ത്രൂ ബാങ്ക് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ബ്ലാക്ക് ആയിട്ട് അഥവാ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ UK എക്സ്പ്രസ് എന്ന് പറയുന്ന ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഉടായ്പും മറ്റുള്ള കാര്യങ്ങളും അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇവരിട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതായത് നീരജ അമ്മൂസ് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി. അതായത് ഈ ഒരു സ്റ്റോറി ഇത് ഇന്നലെ ഈ നീരജ അമ്മൂസ് എന്ന് പറയുന്ന അവരുടെ ഹാൻഡിൽ ഇട്ടേക്കുന്ന സ്റ്റോറിയാണ്. എന്തോ ഒരു വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അതിനകത്ത് മറ്റേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള പുള്ളിക്കാരുണ്ടല്ലോ, ആളുടെ കള്ളങ്ങൾ കൊണ്ട് മെനഞ്ഞ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ മെൻഷൻ ചെയ്യും. പക്ഷേ അതിനകത്ത് ഇവർ കൊടുത്തേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം അത് അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണോ വള്ളമാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയത്തില്ല. എങ്കിലും അവരിട്ടേക്കുന്ന ആ ഒരു സ്റ്റോറി ഇതാണ്:
ചേച്ചി എനിക്ക് അങ്ങനെ കമന്റ് ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് ബ്ലസനെ അവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ വേണമെങ്കിൽ അവന്റെ അമ്മയെ വെച്ച് ക്യാഷ് ഒപ്പിക്കും, അതുപോലത്തെ സൈസാണ്, തനി ഫ്രോഡ്. എൻ്റെ ഫ്രണ്ടിനോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ അറ്റ്ലാസ്റ്റ് അവൻ്റെ കുഴിയിൽ വീണു. അവൻ അവളെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമോ, അവൻ അവളെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തു. റിലേഷനിൽ ആയപ്പോൾ അവൾ അവനെ കണ്ണടച്ച് വിശ്വസിച്ചു. ക്യാഷ് വേണം എന്ന് പറയുമ്പോൾ കൊടുക്കും, നൈറ്റ് സ്റ്റേ, അങ്ങനെ കുറച്ച് നാൾ പോയി. പിന്നെ അവൾക്ക് മനസ്സിലായി അവൻ അവളെ അല്ലാതെ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ പിന്നെ അവൾ അവനെ കുറിച്ച് തിരക്കി. കേൾക്കാൻ പാടില്ലാത്തത് ഞങ്ങൾ കേട്ടത്. ഇതൊക്കെ ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഒരു ഫ്രോഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാഷിന് വേണ്ടി അവൻ്റെ അമ്മയെ വരെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വന്നിരുന്നില്ലേ, ലൈവ് ഡിസ്കഷനിനകത്ത് വന്നിരുന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അത് ഇവരിട്ടിരിക്കുന്ന സ്റ്റോറിയാണ്. ഇതിൻ്റെ ആധികാരികതയും ഇതിൻ്റെ സത്യാവസ്ഥയും നമുക്കറിയത്തില്ല. ഇതിപ്പോൾ ആരാണ് ഇൻബോക്സിൻ്റെ അകത്ത് ഇത് കൊടുത്തത്, ഇതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ, ഇയാളെക്കുറിച്ച് വെറുതെ ഒരു ആരോപണമാണോ, അതിനകത്ത് സത്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ എനിക്കും അതറിയില്ല. പക്ഷേ ഇത് അവരിട്ടിരുന്ന സ്റ്റോറിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നിലവിലുള്ള ഒരു സംഭവത്തിൻ്റെ ഡെപ്തിൽ ഒരു കാര്യം മനസ്സിലാക്കണമല്ലോ. കാരണം ഇവരുടെ ഇൻ്റർവ്യൂസ് നടന്നതിനകത്തും മൊത്തത്തിൽ നീരജയുടെ മേൽ നിൽക്കുന്ന കളങ്കവും അതിനകത്ത് അവർ പറ്റിച്ചു എന്ന് പറയുന്നതും, ഇത് എൻ്റെ അടുത്ത് ഇൻബോക്സിൻ്റെ അകത്ത് പറഞ്ഞതിനകത്ത് നീരജയെ പോലെ ഒരുപാട് പേർ ആ UK ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നീരജ ഈ പണം വാങ്ങി പറ്റിച്ചു എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേർ ഇതിനകത്ത് ഉണ്ടെന്ന് നീരജയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ നീരജ അതിനകത്ത് പെട്ടതാണ്, ഇവന്മാർ ഇതിനകത്ത് പെടുത്തിയതാണെന്നുള്ളത് ഇതൊക്കെ പറയുന്നു. അതൊക്കെ ഇത് ലീഗലായിട്ടുള്ള രീതിയിലേക്കൊക്കെ പോയിട്ട് അവരൊക്കെ തെളിയിക്കട്ടെ. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണണം. ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർവതി എന്ന് പറയുന്ന ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിനകത്ത് വ്യക്തവും വിശദവുമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അനദർ വീഡിയോ ഓഫ് ദ വിസ സ്കാം. അപ്പൊ UK ഇപ്പൊ പ്രമുഖമായ ഒരു വിസ സ്കാം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. EU ഡ്രീംസിന്റെ മവീഷ് വേലായുധൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ബ്ലസൻ പോൾ ആരാന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ ആ ഒരു പുള്ളിക്കാരന്റെ പേരാണ് ബ്ലസൻ പോൾ. നീരജ അമ്മൂസ് തുടരെ തന്റെ വീഡിയോയിൽ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലസൻ പോളിനെ നിർത്തിയാണ് ഈ ഒരു വീഡിയോ ഫുള്ളും പുള്ളി ചെയ്തേക്കുന്നത്. ഈ ബ്ലസൻ പോളാണ് ആ പുള്ളിക്കാരത്തിന്റെ സ്റ്റോറിക്കകത്ത് ഒരു വിമനൈസർ എന്നുള്ള രീതിയിൽ വളരെ മോശമായ വ്യക്തി എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തി പറയുന്നത്. ഏകദേശം 1 hour മുകളിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ അത് ഫുള്ളും യൂട്യൂബിൽ ഇരുന്ന് കണ്ടു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ ഈ മവീഷ് ബ്രോയുടെ ഈ 1 hour മേലെയുള്ള ഈ ഫുൾ ലെങ്ത് വീഡിയോ ഫുൾ കണ്ടായിരുന്നു ഈ സ്കാമിനെ കുറിച്ച്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള 2-3 പോയിന്റ്സ് ഞാൻ പറയാം. ഒരാളെ ഇങ്ങനെ ഒരു ലൈവിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഖനമില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ലൈവിൽ വന്നുകൂടാ? ഈ ബ്ലസൻ പോൾ എന്ന് പറഞ്ഞാൽ നീരജ അമ്മൂസ് പാടി നടന്ന പേരും കള്ളനായ വ്യക്തി പക്ഷെ ആ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ടു മൈ സർപ്രൈസ് പുള്ളി വന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. നീരജ അമ്മൂസിന് എന്തുകൊണ്ട് മവീഷ് വേലായുധൻ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ, അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇവന്റിലൊക്കെ ഒരുമിച്ച് ഞാൻ സഹകരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ മവീഷേട്ടൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ നീരജ അമ്മൂസ് വന്നില്ല എന്നുള്ള അതൊരു ആപ്റ്റ് ചോദ്യമാണ്. എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളത് കാര്യം വ്യക്തമല്ല. മേ ബി പുള്ളിക്കാരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി കാണണം. അപ്പൊ ഫസ്റ്റ് തിങ്, അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് ബേസിക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി സെക്കൻഡ് തിങ് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലസന്റെ ഒരു വേർഷൻ ഫുള്ളും നമ്മൾ കേട്ടു. ഒരു ടോട്ടൽ സ്റ്റോറി എന്താണെന്ന്. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജൻസിക്കാര് കാൻഡിഡേറ്റ്സിനെ പറ്റിക്കുന്നു, വിസ തട്ടിപ്പ് നടത്തുന്നു. ഏത് ഏജൻസിക്കാർ? വിസ നടത്തുന്ന ഏജൻസിക്കാർ. പക്ഷെ ഇവിടെ ഇവർ വളരെ ജെന്യൂൻ ആയിട്ട് ഏജൻസി നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലസൻ പോൾ വിത്ത് ഹിസ് പാർട്ട്നേഴ്സ്, ഒരു 2-3 പേര് പുള്ളിയുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന നീരജ അമ്മൂസിനെ കാണുന്നവർ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള കാര്യമാണ്. അത് ഫുള്ളും പുള്ളി കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുകയാണെങ്കിൽ നീരജ അമ്മൂസ് പറഞ്ഞു 4-5 years ബാക്ക് തൊട്ട് ഇവരുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് ഈ പുള്ളി വളരെ വ്യക്തമാക്കി തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ KPK ആണെങ്കിൽ അത്രയും ലെങ്തി വീഡിയോ ആണ്. ജസ്റ്റ് ഞാനൊരു ഷോർട്ടാക്കി പറയാം. ബ്ലസൻ എന്ന പുള്ളി നീരജയായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇത് സ്റ്റുഡൻസിനെ കയറ്റിവിടാനായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആദ്യം ചെയ്തിരുന്നു. ആ കൊളാബറേഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. 2023 ആദ്യ പകുതിയിൽ നടന്ന സംഭവമാണിത്. അതിനുശേഷം പിന്നെ ആ ആദ്യ പകുതി തന്നെ ബ്ലസൻ പോള് മാൻ പവർ റിക്രൂട്ട്മെന്റും തുടങ്ങിയായിരുന്നു അവരുടെ കൺസൾട്ടൻസി ത്രൂ. അപ്പൊ ആ മാൻ പവർ റിക്രൂട്ട്മെന്റ് വേറൊരു കമ്പനി, ഒരു കെയർ ഹോം കമ്പനീസ്, ആ കമ്പനിയുടെ അണ്ടറിൽ 5-6 ഹോംസ് ഉണ്ട്, അതിലോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ 1 of the ഹോംസിൽ കാൻഡിഡേറ്റ്സിന്റെ ഇത് ആ ഹോമിന്റെ ലൈസൻസ് എന്തോ
പ്രശ്നം കാര്യങ്ങളായിട്ട് വന്നുകൊണ്ട് കുറച്ച് കാൻഡിഡേറ്റ്സിന്റെ ഇത് പെൻഡിങ് ആയിരുന്നു അവരുടെ നിന്ന്. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ കയറ്റി വിടണം UK-ലോട്ട്. അങ്ങനെയാണ് ആ സമയത്ത് നീരജ അമ്മൂസിന്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നത്. ഇതേ ഇങ്ങനെ COS കൊടുക്കാനുണ്ട്, ഇന്നതാണ്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്ലസനാണ് നീരജയെ കോൺടാക്ട് ചെയ്യുന്നത്. എനിക്ക് ഇത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് താങ്കൾക്ക് ചെയ്തു തരാൻ പറ്റും, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നീരജ ഇത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ സപ്പോർട്ടഡ് ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഹോമിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് 1-to-1 പോലെയൊക്കെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ സപ്പോർട്ട്, സ്പെഷ്യൽ കെയറിംഗ് ആവശ്യം ഉണ്ടാവും. അങ്ങോട്ടേക്കാണെങ്കിൽ അത് 5 ഇയർ ഒരു ഇത്, അത് അതിലോട്ട് നമുക്ക് താല്പര്യമില്ല, നമുക്ക് കെയർ ഹോംസ് മാത്രം മതി എന്ന് ബ്ലസൻ പറയുന്നു. അങ്ങനെ നീരജ ഓക്കെ കെയർ ഹോംസിന്റെ ആണെങ്കിൽ കെയർ ഹോംസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ആദ്യം കൊടുത്തത് ഇനീഷ്യലി അത് മാറ്റി, ഓഫർ ചെയ്തൊക്കെ കൊടുത്തത് മാറ്റിയിട്ട് കെയർ ഹോംസിന്റെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റോക്ക് ഓൺ റെന്റിൽ തന്നെ ഒരു ഹോംസിന്റെ ഇത് എന്താണ്ട് കെയർ ഹോമിന്റെ ഈ COS എല്ലാം റെഡിയാക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 16 ലക്ഷം രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ 8 കാൻഡിഡേറ്റ്സിനാണ് ബ്ലസം കൊടുത്തത്. 8 അപ്പോൾ 16 നമ്മൾ ചെയ്തത്, അതായത് 1,28,00,000 രൂപ, അത്ര ഒരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഏതൊരു വിസയാണെങ്കിലും ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാണ് ഏജന്റുമാർ കുറച്ച് എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് വരുന്നത് ടോട്ടൽ 48,000 pounds ആണ്. അതായത് 6 ലക്ഷം വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ 8 പേരുടെ കഴിഞ്ഞ് 48,000 pound ലിക്വിഡ് ക്യാഷ് ആയിട്ട്. അപ്പൊ ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് വരുന്നത് ടോട്ടൽ 48,000 pounds ആണ്. അതായത് 6 ലക്ഷം വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ 8 പേരുടെ കഴിഞ്ഞ് 48,000 pound ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവിടെ പൗണ്ട്സിൽ കൊടുക്കണമെന്ന് നീരജ അമ്മൂസ് പറയുന്നു. ആ കോൺവെർസേഷന്റെ ഒക്കെ തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ ലിക്വിഡ് ക്യാഷ് കൊടുക്കാൻ പോകുന്നത് ഈ അമൽദേവ് എന്ന് പറഞ്ഞ വ്യക്തിക്കായിരുന്നു. അത് വെംബ്ലിയിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു വീട്ടിൽ. അവിടെ അമൽദേവ്, കിഷോർ, അബി എന്ന് പറഞ്ഞ വേറെ ആൾക്കാർ അമൽദേവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂട്ടകക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി ഈ പറയുന്ന അമൽദേവ് ആരാന്ന് അറിയണ്ടേ? അത് നീരജയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവർ ഒരേ ഷെയർഡ് അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത്. ഹൗസ്മേറ്റ് ആണ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. പുള്ളിയുടെ സ്ഥലം മണ്ണാർക്കാടാണ്. എന്നിട്ട് ഈ ക്യാഷ് പുള്ളി ലിക്വിഡായിട്ട് കൊടുത്ത ശേഷം ഞാൻ അതൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഇത്രയും നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷമാണ് എന്താ പറയുക, ഇത് ഫേക്ക് ആണ്. ഒരു ഡ്രാഫ്റ്റ് COS കൊടുത്തപ്പോൾ അതിലെന്തോ ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്തു. കാര്യം എന്റെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ബ്ലസനും നീരജയായിട്ട് ചെറിയ ചെറിയ വരശലും ഒരു വാഗ്വാദങ്ങളും സംഭാഷണത്തിലെ ചില രസക്കേടുകളും എല്ലാം തുടങ്ങിയിരുന്നു. പിന്നെ അതിന്റെ ഭാഗമായിട്ട് തെറിവിളികളും കുറച്ച് നടന്നിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും കാൻഡിഡേറ്റിൽ ഒരാൾ വെയിറ്റിംഗ് ടൈം കൂടുതലായതുകൊണ്ട് ആ ഹോമിന് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കുന്നു. മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഹോമുകാർ പറയുന്നു നിങ്ങൾ ഏത് ഏജന്റുമാരാണ് ത്രൂ ആണ് വരുന്നത് അവരെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. നീരജയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീരജ കൈമലർത്തി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമൽദേവിനോട് സംസാരിക്കുക എന്ന ആ ഒരു റീസൺ പറഞ്ഞു പുള്ളിക്കാരി ഒഴിഞ്ഞു. അതിനുശേഷം ഈ ബ്ലസൻ വിത്ത് വൺ ഓഫ് ഹിസ് പാർട്ണർ അമൽദേവിനെ പോയി കാണുന്നു, സംസാരിക്കുന്നു. 2 COS. അപ്പോൾ അമൽദേവിന്റെ അടുത്ത് പറഞ്ഞു ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് റീഫണ്ട് മതി, COS വേണ്ടാന്ന്. അപ്പോൾ അമൽദേവ് പറയുന്നു കോഴ്സ് ചെയ്ത് COS തരാം, കുറച്ച് ഒരു 1 വീക്ക് കൂടി ടൈം വേണ്ടാന്ന് പറയും. പക്ഷേ 2 COS ഓൾറെഡി പ്രോസസ് ആയെന്ന് പറഞ്ഞാൽ ആ COS അവരുടെ കയ്യിൽ കൊടുക്കുന്നു. അത് അവര് ഈ പറയുന്ന ബ്ലസൻ സോളിസിറ്റർ അവരുടെ സോളിസിറ്ററെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ജെന്യൂൻ ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന ആ ഒരു സംഭവം വരുന്നു. ഓൺലി വിസ ഓൺലി ഉള്ളൂ. മനസ്സിലായല്ലോ? ഇവിടെ കുറെ ആൾക്കാർ UK കയറി വന്നിട്ട് ഓൺലി വിസ ഉണ്ടാവും, ജോബ് ഉണ്ടാവില്ല. കാര്യം വർക്കിംഗ് അവേഴ്സ് ഇല്ല. മനസ്സിലായില്ലേ? അതായത് നോ ജോബ് വിസ എന്ന് പറഞ്ഞ ഉടായ്പൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തായിരുന്നു ആ ഒരു പ്രത്യേക ഒറിജിനലാണ് COS എന്ന് പറഞ്ഞ സംഭവം. അത് ഈ നോ ജോബ് വിസ അല്ലെങ്കിൽ അവേഴ്സ് കുറഞ്ഞ കാറ്റഗറി ആയിരുന്നു. അതിൽ കയറി വരുന്ന ആൾക്കാർ തെണ്ടും. കാര്യം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താലേ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും ഇവിടെ മീറ്റ് ആയി പോകത്തുള്ളൂ. അത് തന്നെ സംഭവം. ഇത് അവർക്ക് ആദ്യം റിയലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് 2 COS ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ട്രസ്റ്റ് പഴയ പോലെ ആയി. അതിനുശേഷം ബാലൻസ് എമൗണ്ട് ഇവർ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ 1.25 കോടിയുടെ കണക്ക് വരുന്നത്. ബാലൻസ് എമൗണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലിക്വിഡ് ആയിട്ടല്ല, അമൽദേവിന്റെ UK അക്കൗണ്ട്, അതുപോലെ തന്നെ ഈ കിഷോർ, അബി. ഇത് നിങ്ങളെ ഈ കുട്ടിയുടെ പാർവതിയുടെ ചാനലിനകത്ത് ഇത് വ്യക്തവും വിശദവുമായിട്ട് ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഇതിനകത്ത് ചാനലിൽ അതിൻ്റെ ID വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാർവതിയുടെ ചാനലിൻ്റെ ID പാർവതി J ശാന്തി എന്നാണ് ID. അതിനകത്ത് വിശദമായിട്ട് 3 ഇതായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ പോയി നോക്കുക. കുറേ അധികം ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ സംസാരിക്കുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ US അല്ലല്ലോ, ഈ UK ആണ്. എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുമായിട്ടും അവിടെ നിൽക്കുന്ന ഈ ആൾക്കാർ പറയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അറിവ് മാത്രം വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ വിസിബിളി നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനകത്തൊരു ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതായത് പൈസ കൊടുത്ത ആൾക്കാർ പൈസ കൊടുത്തു, പക്ഷേ പൈസ കൊടുത്തത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റിക്കാണ്. അതായത് വിസ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു ആക്ടിവിറ്റിക്കാണ് പണം കൊടുത്തത്. ആ പണം കൊടുത്തതിൻ്റെ പേരിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ആയാണ്. അപ്പം അക്കൗണ്ട് ത്രൂ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനോ തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് 2 ഭാഗത്തുള്ള ആൾക്കാർ കൂട്ടുനിന്നു. അതായത് ഒന്ന് വിസ കച്ചവടം നടത്തിയ ആൾ, ഒന്ന് വിസ വാങ്ങിയ ആൾ, 2 പേരും ഒരുപോലെ ഇതിനകത്ത് കൂട്ടുപ്രതികളാവും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഏരിയയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. സത്യമാണത്. അപ്പോൾ ആ മറ്റേ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സോളിസിറ്ററെ കണ്ടു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരത്തേക്ക് നിസാരമായിട്ട് ഊരാം. അപ്പം പിന്നെ നോക്കുമ്പോഴേക്കും ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല, മറ്റുള്ളവന്മാരാണ് ഇതിനകത്ത് കടയല്ലല്ലോ, ഇത് കടയെന്നൊക്കെ പറഞ്ഞു. സോറി ചേട്ടാ, ചായക്കട തട്ടുകട കടയല്ല.
ഓക്കെ, എന്താണ് മാൻ പവർ കൺസൾട്ടൻസി നടത്തിയിട്ട് അത് കട തന്നെ, നീ പൊട്ടക്കട, ആ കട നടത്തിയിട്ട് അതിനകത്ത് ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പലതും നടത്തി. അതിനകത്ത് ഈ പുള്ളിക്കാരത്തി ഒരു എന്താണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാറി. ഇനി ഈ അങ്ങനെയാണ് ഈ സംഭവം നടന്നതാണ്. ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, അതായത് നീരജ അമ്മൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കമന്റ് ബോക്സിൽ അടക്കം എന്ന് പറയുന്നത് വെച്ചാൽ ഇവരെ പെടുത്തിയതാണ്, ഇവരെ ഇതിനകത്ത് പെട്ടുപോയതാണ്, ഇവരല്ലാതെ അങ്ങനെ ഉടായ്പിൻ്റെ അകത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത് മെജോറിറ്റി. പക്ഷേ ആരും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം നീരജ എന്തുകൊണ്ട് നീരജ പ്രതിസ്ഥാനത്ത് നല്ല കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്ന വെച്ചാൽ നീരജ എന്നുള്ള ഒരു വ്യക്തിയുടെ എന്താണ് ഒരു സ്റ്റോറി കണ്ടിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഇതിനകത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു ഗുരുതരമായ പ്രശ്നം അത് നിലനിൽക്കുന്നുണ്ട്. അതങ്ങനെ നിലനിൽക്കുന്നു. അപ്പം നമ്മുടെ ഇതിനകത്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ മറ്റേ നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് പണം വാങ്ങിച്ചിട്ട് മുങ്ങി എന്ന് പറയുന്ന ഒരു അമൽദേവ് എന്നുള്ളൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ പൈസയൊക്കെ എവിടെ പോയി, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഇതൊരു അന്വേഷണം നടത്തി ഇതിനകത്തൊരു ലീഗലായിട്ടുള്ള കാര്യത്തിലൂടെ അല്ലാതെ ഒരു കാരണവശാലും ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും ഈ പണം കൊടുത്ത ആൾക്കാർക്ക് ഒരിക്കലും പോയിട്ട് യു കെയിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ബാൻ അടിച്ച് കിട്ടിയ കുറേ ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. അപ്പം നാട്ടിലായിരിക്കും ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധ്യത. നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ഇത് കൊടുത്തു. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ട് ഒരു വിസ തട്ടിപ്പ് നടത്തിയ പൊക്കിയായിരുന്നു. ഇനി അതുപോലെ എങ്ങോ ഇതിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നീരജയുടെ ആൾക്കാർ പറയുന്നു നീരജ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ പണം കൊടുത്ത ആൾക്കാർ പറയുന്നു നീരജ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഈ പണം നീരജ ഇതിനകത്ത് ഇത് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. അപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ലീഗലായിട്ടുള്ള കാര്യത്തിലൂടെ അല്ലാതെ ഇത് ഈ ഒരു സംഭവത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല. ഇനി പറഞ്ഞില്ലേ, അപ്പം മറ്റേ പുള്ളി പറഞ്ഞതുപോലെ അവർക്ക് ഇതിനകത്ത് ഊരിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം, ആ കോൺഫിഡൻസ് ആയിരിക്കാം നീരജ അമ്മൂസിന് ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പുള്ളിക്കാരത്തി വെല്ലുവിളിക്കുന്നത്. നിങ്ങളെ കൊണ്ട് തെളിവുണ്ടെങ്കിൽ എന്നെയൊക്കെ ബാർക്കിംഗ് ഡോഗ് എന്ന് പട്ടി എന്നുള്ള രീതിയിലാണല്ലോ വിളിച്ചത്. അപ്പം തെളിവുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ ചോദിക്കും ഇത്രയും പൈസ കൊടുത്തവർക്കുണ്ട് കേസ് കൊടുത്തുകൂടെ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ചോദ്യം റെലവൻ്റ് ആണ്. അപ്പോൾ അവർ കേസ് കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നാട്ടിലാണെങ്കിൽ കേസ് കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാം. നിലവിൽ ഇതാണ് അവസ്ഥ. ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു നടപടിയാവുന്ന കേസൊന്നും ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എന്നോട് പറയുന്നവർ പറഞ്ഞിട്ട് കാണുന്നില്ല. ഇതിനകത്ത് ഇനിയൊരു നടപടി വേണമെങ്കിൽ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവോ ഇങ്ങനെയുള്ള ഫ്രോഡ് നടത്തുന്ന എല്ലാ ആൾക്കാരെ പൂട്ടാനുള്ള പദ്ധതികളോ നാട്ടിലും അവിടെ ഉണ്ടാവും. ഇത്രയൊക്കെ ആയിട്ടും ഇനിയും കൊണ്ട് പൈസ കൊടുത്തു എന്നുള്ള കാര്യം സ്കാം ആണ്, ഞങ്ങളെ വിസ പറ്റിക്കപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഒന്നും പറയാനില്ല എന്ന് മാത്രമേ മുൻകൂട്ടി പറയുകയാണ്. ഇനിയെങ്കിലും ഇതുപോലെ യു കെയിലൊക്കെ പോകണമെങ്കിൽ നേരത്തെ മറ്റേ പുള്ളി പറഞ്ഞ പോലെ അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. എല്ലായിടത്തൊക്കെ നോക്കടേ, എന്തിനിടെ പൈസ കൊണ്ട് കൊടുത്ത് ആൾക്കാരുടെ പറ്റിപ്പിന് ചെന്ന് ഇരയാവുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ഇതെല്ലാം കേട്ട് നിങ്ങളുടെ അഭിപ്രായം? യു കെയിലുള്ള ആൾക്കാരും കമന്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു കാര്യം പറഞ്ഞ കറക്റ്റാണോ? ഇതിനകത്ത് ഈ പൈസ കൊടുത്ത ആൾക്കാർക്ക് കേസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ, അതല്ല കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതിൻ്റെ അകത്തൊരു മെയിൻ അപ്ഡേറ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.